പൊന്നുപോലെ കായ്ച്ചുനിന്ന മാമ്പഴങ്ങൾ ഇത്തവണ ജോസ്ഗിരിയിലെ കർഷകനായ ജോയ്ക്ക് നൽകിയത് മധുരമല്ല, മറിച്ച് നഷ്ടത്തിന്റെ കയ്പാണ്. ലക്ഷങ്ങളുടെ വരുമാനം ലഭിച്ചിരുന്ന മാമ്പഴ കൃഷി ഇപ്പോൾ വിപണിയിലെ വിലയിടിവിനെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയിലാണ്. ഒരു കാലത്ത് ലക്ഷങ്ങളുടെ വരുമാനം നൽകിയിരുന്ന മാമ്പഴ കൃഷി ഇന്ന് ജോസ്ഗിരിയിലെ ഒരു കർഷകനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളും വിലയിടിവും മൂലം വർഷങ്ങളായി ലാഭകരമായിരുന്ന കൃഷി ഇപ്പോൾ നഷ്ടത്തിന്റെ കഥയായി മാറിയിരിക്കുകയാണ്. ജോസ്ഗിരി പരിപ്പീറ്റത്തോട് ജോയിയുടെ കൃഷിയിടത്തിൽ 200-ലേറെ മാവുകളുണ്ട്. മുൻ വർഷങ്ങളിൽ കിലോയ്ക്ക് 90 രൂപ വരെ ലഭിച്ചിരുന്ന മാമ്പഴത്തിന് ഈ വർഷം വിപണിയിൽ ലഭിക്കുന്നത് 60 രൂപ മാത്രമാണ്. ഇതോടെ ഏകദേശം 2,70,000 രൂപ വരെ ലഭിച്ചിരുന്ന വാർഷിക വരുമാനം വെറും 90,000 രൂപയായി കുറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ആഗോള വിപണിയെ ബാധിച്ചതും ബോംബെ വഴി വിദേശത്തേക്ക് പോയിരുന്ന മാമ്പഴ കയറ്റുമതി നിലച്ചതുമാണ് വില ഇടിയാൻ കാരണമായതെന്ന് ജോയ് പറയുന്നു. പ്രതിസന്ധി കൊണ്ടാണ് ഇപ്പോൾ ഈ തടസ്സം വന്നിരിക്കുന്നത്. മാങ്ങ കയറിപ്പോകാതെ കെട്ടിക്കിടക്കുക. ബോംബെയിലും എല്ലാം നേരെ ബോംബെക്ക് കയറി പോകുന്നതാണ്. ബോംബെ അവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കയറി പോകുന്നതായി മാങ്ങ ട്രേക്കകത്ത് പറിച്ചിറക്കി കൈ തൊടാതെയാണ് മാങ്ങ പോകുന്നത്. പറമ്പിൽ നിന്ന് പോലും മാവയിൽ നിന്ന് പറിച്ച് ട്രേയിലേക്ക് വന്നു. ട്രേയിൽ നിന്ന് നേരിട്ട് തന്നെ തലച്ചുമടായിട്ട് പോയി വണ്ടിയെ കയറി നേരെ പോവുക, വലിയ ലോറിക്ക് കയറിയിട്ട്. ഒരു മാങ്ങയ്ക്ക് പോലും പോറലോ ക്ഷതമോ വരുന്നില്ല, പൊട്ടലോ ഒന്നും. കുടുംബസ്വത്തായ 12 ഏക്കർ സ്ഥലത്ത് 2 ഏക്കറിലേറെ സ്ഥലത്ത് മാവാണ് കൃഷി ചെയ്യുന്നത്. ഏകദേശം 200 മാവുകളാണ് ഇവിടെ ഉള്ളത്. ചില വർഷങ്ങളിൽ 180 ക്വിൻ്റൽ വരെ വിളവ് ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ ശക്തമായ മഴ പെയ്താൽ വലിയ നഷ്ടം സംഭവിക്കാറുണ്ടെന്നും ജോയ് പറയുന്നു. മൊത്തം ഞങ്ങൾക്ക് തറവാട് മൊത്തം 12 ഏക്കറാണ്. ഇതിൽ എനിക്ക് 2 ഏക്കർ 90 സെൻറ്റ് സ്ഥലമുണ്ട്. അത് എത്ര കുറ്റി മാവുണ്ട്? സുമാർ ഒരു 200 കുറയാതെ ഉണ്ട്. ഒരു 10-300 മൂട് കാപ്പിയുണ്ട്. മാവ് എന്തൊക്കെ സൈസാ? മാവ് വെള്ളമൂവാണ്ട മാത്രം. ഈ വെള്ളമൂവാണ്ട മാത്രം കൃഷി ചെയ്യാൻ കാരണം അതിനെ മാർക്കറ്റുള്ളൂ. ആ മാങ്ങയ്ക്ക് മാർക്കറ്റുള്ളൂ. അല്ലാത്തതിന് കറുപ്പ് നിറം വരും. മൂത്ത് വരുമ്പോഴത്തേക്ക് അത് വിപണി പോവുകയില്ല. മാവിൻ തോട്ടം മൊത്തമായി കരാറിന് നൽകിയാണ് ജോയ് കൃഷി നടത്തുന്നത്. എന്നാൽ കൃഷിപ്പണിക്കായി തൊഴിലാളികളെ ലഭിക്കാത്തത് വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറിക്കക്കാരെ ഇല്ല. പറിക്കക്കാരെ കിട്ടുമ്പോൾ ചുമട്ടുകാരെ കിട്ടുകയില്ല. ഇപ്പം നല്ല ഇത് ഡിസംബർ ആയപ്പോഴത്തേക്ക് നല്ല മാർക്കറ്റുണ്ട്. ഇതിന് നല്ല മാർക്കറ്റും 90 രൂപയ്ക്ക് മാവേ പറിച്ചു പോകുന്നതാണ്. ഇപ്പം കുറച്ച് പ്രതിസന്ധി വന്നിട്ടുണ്ട്. യുദ്ധത്തിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നത്. മാങ്ങയ്ക്ക് കുറച്ച് ഡിമാൻഡ് കുറവുണ്ട്. കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട ലാഭം നൽകിയിരുന്ന കൃഷിയായതിനാലാണ് ജോയ് മാമ്പഴ കൃഷിയിലേക്ക് തിരിഞ്ഞത്. വളപ്രയോഗമോ കീടനാശിനികളോ കൂടുതലായി ആവശ്യമില്ലാത്ത കൃഷിയാണിത്. എന്നാൽ വിപണി വില ഇടിയുകയും ഉൽപാദന ചിലവ് വർദ്ധിക്കുകയും ചെയ്തതോടെ വരും വർഷങ്ങളിൽ കൃഷി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് ഈ കർഷകൻ. എല്ലാ വർഷവും ഒരു 150, 100, 90, 80 കിൻറ്റലൊക്കെ മാങ്ങ കിട്ടാറുണ്ട്. ചില വർഷം 70 വർഷം, ചില കിൻറ്റലാവും, ചിലപ്പോൾ 60 ആവും. അങ്ങനെ ആവറേജ് ചില മാവിൻ്റെ കാലാവസ്ഥ പോലിരിക്കും. ചിലപ്പോൾ മാവ് പൂത്ത് വരുമ്പോൾ മഴയാണെങ്കിൽ മാങ്ങ കുറച്ച് പോകും. കാലാവസ്ഥ ഒത്തു കിട്ടിയാൽ ലാഭമുള്ള കൃഷിയാണ്. എനിക്ക് ഒരു വർഷം 2,80,000 രൂപ കിട്ടി. ചില കൊല്ലങ്ങളിൽ 1,60, ചില കൊല്ലം 70, ചില കൊല്ലം 60, അങ്ങനെ കുറഞ്ഞ് നിൽക്കും. അത് മാവിൻ്റെ വിലയുടെയൊക്കെ കയറ്റ കുറച്ച് പോലിരിക്കും. ഇവിടെ വന്ന് പറിച്ചുകൊണ്ട് പോകോളും. പറമ്പിൽ വന്ന് പറമ്പിൽ വന്ന് പറിച്ചുകൊണ്ട് പോകണം. നമുക്ക് മാവേല വില പറയുന്നത്
മാവേല പറയുന്നത് പണിക്കൂലി ഒന്നും നമ്മൾ അന്വേഷിക്കേണ്ട. വളരെ ലാഭകരമായ കൃഷിയാണത്. ആണ്ടിൽ ഒറ്റ തെളിക്കാൻ മാത്രം, കീടനാശിനിയോ വളപ്രയോഗമോ ഒന്നും വേണ്ട. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം. അടുക്കള ഒരുക്കാൻ ഇനി സ്റ്റൈലൻ വഴികൾ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൃഹലക്ഷ്മി ഇതാ പുതിയ ഭാവത്തിൽ. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, മിക്സി തുടങ്ങി അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം. പ്രമുഖ ബ്രാൻഡുകളുടെ സ്റ്റീൽ, അലുമിനിയം, സെറാമിക്, ബ്രാസ് ഉൽപ്പന്നങ്ങളുടെ വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഒരൊറ്റ കിടക്കീഴിൽ. ഏറ്റവും പുതിയ ഗിഫ്റ്റ്സും ആകർഷകമായ ഫെസ്റ്റിവൽ ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. കൂടെ വിശ്വസിക്കാവുന്ന ക്വാളിറ്റിയും മികച്ച സർവീസും. ഷോപ്പിംഗിനെ ആഘോഷമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി. നിങ്ങളുടെ വിശ്വസ്തത ഞങ്ങളുടെ പെരുമ.